മാള് പണിയാൻ വേണ്ടി സ്ഥലമൊക്കെ ശരിയാക്കി അത് പണിയാൻ ആരംഭം കുറിക്കാൻ നിൽക്കുമ്പോഴാണ് എനിക്കെതിരിൽ പോയിട്ട് കേസ് കൊടുത്തത്. ഇപ്പോൾ ഹൈക്കോടതിയിലാണ് ആ കേസ്. ഈ സ്ഥലം ഒരു പാർട്ടി, ആ പാർട്ടി എന്താണെന്ന് നിങ്ങൾ അന്വേഷിച്ചറിഞ്ഞാൽ മതി. ഈ ഒരു വിഷയം ഇതിനോടകം തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ന്യൂസിൽ പലയിടത്ത് ബാനറുകളായിട്ടൊക്കെ വന്നു കഴിഞ്ഞു. എന്താണ് തൃശ്ശൂരിലെ ലുലു മാള് വരാത്തതിന് കാരണം ഒരു പാർട്ടിയാണ്. ഒരു പാർട്ടി അതിനെതിരെ കൊടി പിടിച്ച് രംഗത്ത് വരുന്നത് കൊണ്ടാണ് തൃശ്ശൂരിൽ എനിക്ക് ലുലു മാള് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാത്തത് എന്നാണ് ഇദ്ദേഹം മന്ത്രിമാരൊക്കെ തന്നെ ഇരിക്കുന്ന ഒരു ചടങ്ങിൽ പറഞ്ഞിരിക്കുന്നത്. അതാണ് നിങ്ങളിപ്പോൾ കേട്ടത്. അപ്പൊ നമുക്കറിയാം, കൊടി കുത്തി ഒരു പാർട്ടി എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കറിയാം കമ്മ്യൂണിസ്റ്റുകാരായിരിക്കണം. ഇവിടെ ഏത് വ്യവസായം വന്നാലും കൊണ്ടുവന്ന് കൊടി കുത്തുക, അവിടെ നോക്കുകൂലി ചോദിക്കുക, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് ആ സംഭവം നടത്താൻ സമ്മതിക്കാതെ ഉഴപ്പുക, ഇതൊക്കെ കാലങ്ങളായി കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യുന്നതാണ് നമുക്കറിയാം. അങ്ങനെ കൊടി കുത്തി ഒരുപാട് സംരംഭകർ ഇല്ലാതാക്കിയിട്ട് വരെയുണ്ട്, കൊന്നിട്ട് വരെയുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആത്മഹത്യ വരെ ചെയ്യുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയും നിലനിൽക്കും. യൂസഫ് അലി ഈ പറയുന്നത് അതുപോലെ ഒരു കൊടികുത്തലാണോ? അതല്ലെങ്കിൽ ലുലു മാൾ എന്ന് പറയുന്ന വലിയൊരു ഷോപ്പിംഗ് മോളിന്റെ പറവിൽ, അല്ലെങ്കിൽ യൂസഫ് അലി എന്ന് പറയുന്ന വലിയൊരു സമ്പന്നന്റെ പറവിൽ എന്തൊക്കെ കാര്യങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട്? ശരിക്കും പറഞ്ഞാൽ CPIയുടെ മുകുന്ദൻ എന്ന് പറയുന്ന സഖാവ് എന്തിനെതിരെയാണ് പടപൊരുന്നത്? നമ്മളിത് അറിഞ്ഞിരിക്കേണ്ടതാണ്. നമുക്ക് ആ വിഷയത്തിലേക്ക് പോകാം. വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പായി സംഭാവനകളുടെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. പബ്ലിക് ഒപ്പീനിയൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഇത് കാണുന്ന പ്രേക്ഷകർ ഞങ്ങൾക്ക് നൽകുന്ന സാമ്പത്തികമായിട്ടുള്ള സംഭാവനകൾ കൊണ്ടാണ്. കാരണം നമ്മുടെ ഏക വരുമാനം എന്ന് പറയുന്നത് ഈ വീഡിയോസ് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഇടുമ്പോൾ കിട്ടിക്കൊണ്ടിരുന്ന മോണിറ്റൈസേഷൻ, അങ്ങനെയാണ് അതിനെ പറയുന്നത്, അതായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടാതെ നെഗറ്റീവ് റിപ്പോർട്ട് അടിച്ചടിച്ച് നമുക്കിപ്പോൾ വരുമാനം ഇല്ലാത്തൊരവസ്ഥ വന്നതുകൊണ്ടാണ് നിങ്ങളോട് സംഭാവന ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ സോർട്ട് ചെയ്യുന്നുണ്ടെന്ന് വൈകാതെ തന്നെ ശരിയാവും. അപ്പോൾ അതുവരെ നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള ഒരു പിന്തുണ നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് പുതിയ ആളുകളൊക്കെ കാണുന്നത് കൊണ്ടാണ് എല്ലാ വീഡിയോയിലും ഇത് എടുത്തെടുത്ത് പറയുന്നത് കേട്ടോ. അല്ലാതെ പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് മനസ്സിലാവില്ല എന്തിനാണ് സംഭാവന ചോദിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പൊ ലുലു മാളിന്റെ വിഷയം, ലുലു മാളിന്റെ സ്ഥാപകനായിട്ടുള്ള യൂസഫ് അലി പബ്ലിക്കായിട്ട് ആരോപിക്കുന്നത് ഒരു പാർട്ടി നമ്മളെ സമ്മതിക്കുന്നില്ല അവിടെ മാള് തുടങ്ങാൻ എന്നാണ്. അപ്പോ നമുക്കറിയാം ലുലു മാളിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും തന്നെ മാള് തുടങ്ങി കഴിഞ്ഞു. ഏകദേശം എറണാകുളത്ത് ഒരെണ്ണം വന്നതിന് അതാണ് തുടക്കം. അതിനുശേഷം തിരുവനന്തപുരം, അങ്ങനെ പല സ്ഥലത്തും തുടങ്ങി കഴിഞ്ഞു. തൃശ്ശൂരുള്ള കാര്യമാണ് ഇപ്പോൾ ഈ സ്റ്റക്കായിട്ട് നിൽക്കുന്നത്. അപ്പൊ എന്താണ് സ്റ്റക്കായിട്ട് നിൽക്കാൻ കാരണം? നമ്മൾ ഇതിന്റെ ഉള്ളുകളികൾ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കൃഷി ചെയ്തുകൊണ്ടിരുന്ന ഒരു പാടത്തെ നികത്തി മാള് പണിയുന്നതിന് എതിരെയാണ് മുകുന്ദൻ എന്ന CPIയുടെ സഖാവ് സത്യത്തിൽ രംഗത്ത് വന്നിരിക്കുന്നത്. ഇത് യൂസഫ് അലിയുടെ കയ്യിൽ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ യൂസഫ് അലി മാള് പണിയണ്ടെന്ന് പറഞ്ഞിട്ടല്ല സത്യം പറഞ്ഞ ഈ പ്രശ്നം തുടങ്ങുന്നത്. ഈ പ്രശ്നം സത്യത്തില് ഇത് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അല്ലെങ്കിൽ അന്തിക്കാട് കൃഷി ഓഫീസിൽ നിന്ന് ഇവിടത്തേക്കുള്ള നെല്ലായിക്കോട്ടെ, അല്ലെങ്കിൽ അതിന്റെ പ്രാഥമികമായിട്ടുള്ള ബാക്കി കാര്യങ്ങളായിക്കോട്ടെ, ഇതൊക്കെയും ഈ കഴിഞ്ഞ വർഷങ്ങളിൽ വരെ കൊടുത്തുകൊണ്ട് കൃഷി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അല്ലാതെ ഈ പുരോഗമനവാദികളായിട്ടുള്ള കുറെ ആൾക്കാർ പറയുന്നുണ്ട് തരിശുനിലമൊക്കെ അങ്ങോട്ട് നികത്തി മാള് കൊടുത്താൽ എന്താ, ഇവിടെ ഇനി മാത്രം കൃഷി സ്ഥലം നടന്നിട്ട് എന്ത് ചെയ്യാനാ, കൃഷി ഒട്ടും നടക്കണില്ല എന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെ തരിശായിട്ട് കിടക്കുന്ന സ്ഥലമല്ലേ ഇത്. നല്ല രീതിയിൽ കൃഷി നടന്നുകൊണ്ടിരുന്ന സ്ഥലമാണ്. അങ്ങനെ ഇരിക്കെ ഇവർ ഈ സ്ഥലം എന്താ പറയാ മാറ്റാൻ, അതായത് പാടത്തിൽ നിന്ന് മാറ്റിയിട്ട് കരമായിട്ട് മാറ്റുമല്ലോ, അപ്പൊ കരയായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ചെയ്യുന്നു. അവിടുത്തെ മണ്ണൊക്കെ മാറ്റുന്നു, വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്യുന്നു എന്ന് കണ്ടപ്പോ അപ്പോഴൊന്നും ഈ യൂസഫലിയുടെ കയ്യിൽ എത്തിയിട്ടില്ല. അപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെതിരെ ഈ സഖാവ് പോയിട്ട് രംഗത്ത് വരുന്നത്. ഇത് കൃഷി ചെയ്യുന്ന ഒരു സ്ഥലമാണ്, അപ്പൊ കൃഷി ചെയ്യുന്ന ഒരു സ്ഥലം ഇങ്ങനെ നശിപ്പിക്കപ്പെടരുത് എന്ന് പറഞ്ഞിട്ട് രംഗത്ത് വരുന്നത്. അപ്പൊ ഓൾറെഡി അതിന്റെ കോൺഫ്ലിക്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കളക്ടറുടെ മുമ്പിൽ കേസ് പോയി, കളക്ടർ ഇത് നികത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം തെളിവുകൾ അടക്കമല്ലേ, കൃഷി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. അങ്ങനെയുള്ള പാടശേഖരങ്ങൾ നികത്താൻ പാടില്ല നിയമമുണ്ട്, വ്യക്തമായ നിയമമുണ്ട്. അപ്പൊ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലമാണെങ്കിൽ മുന്നോട്ട് കൃഷി ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരു കാര്യത്തിന് എതിരെ നിന്നു. എന്നിട്ട് ഇവരിതൊന്നും ചെയ്യാതെ ഇവര് പിന്നീട് ഈ സ്ഥലം നമ്മുടെ യൂസഫ് അലിക്ക് മറച്ചു വെക്കുകയാണ്. അപ്പൊ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ കയ്യിൽ കിട്ടിയാൽ ഈ സഖാവിനെയൊക്കെ ഒതുക്കി കാര്യങ്ങൾ മുന്നോട്ട് പോകാമെന്നായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക. പക്ഷെ സംഭവിച്ചത് എന്താണ്? സംഭവിച്ചത് കേസ് കോടതിയിൽ എത്തിയെന്നുള്ളതാണ്, ഹൈക്കോടതിയിൽ എത്തിയെന്നുള്ളതാണ്. അവിടെ നിന്നും ഈ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കാൻ ഇതുവരെ യൂസഫ് അലിക്ക് സാധിച്ചില്ല. കാര്യം 8 കോടി രൂപ കൊടുത്തു ഈ സംഗതി കര എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് മാറ്റി കിട്ടാൻ. അതൊക്കെയും കൊടുത്തിട്ട് പോലും കൃഷി ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ അങ്ങനെ മാറ്റാനായിട്ട് വകുപ്പില്ല എന്നതുകൊണ്ടായിരിക്കണമല്ലോ ഹൈക്കോടതിയിൽ എത്തിയത്. ഈ പറയുന്ന കക്ഷി ചേർന്നിട്ടുള്ള ഈ പറയുന്ന ഏതോ ഒരു പാർട്ടി എന്ന് പറയുന്ന ഈ മുകുന്ദൻ സഖാവിനെ ഇതുവരെയും ചാക്കിടാൻ യൂസഫ് അലിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തന്നെ ഇവിടെ എന്താണ് പ്രശ്നം എന്നുള്ളത് പറയും, കേട്ടു. ഗ്രൂപ്പിന്റെ കൈവശമുള്ള ഈ ഭൂമിയുടെ കീഴാധാരക്കാരനുണ്ട്. അത് തൃശ്ശൂരുള്ള ചെറക്കേക്കാരൻ ഗ്രൂപ്പാണ്. ഈ ചെറക്കേക്കാരൻ ഗ്രൂപ്പ് അവരുടെ വയൽ ഭൂമിയിൽ നിന്ന് കളിമണ്ണെടുത്ത് അതിൽ മറ്റ് മണ്ണ് കൊണ്ടുപോയി നിക്ഷേപിച്ച ഒരു പ്രക്രിയ നടക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ട അവസരത്തിൽ ഞാൻ ആ ഭൂ ഉടമസ്ഥർക്കെതിരെ പരാതി കൊടുത്തിരുന്നു. അതിനുശേഷമാണ് ലുലു ഗ്രൂപ്പ് ഈ ഭൂമി വാങ്ങിക്കുന്നത്. ലുലു ഗ്രൂപ്പ് ഈ ഭൂമി വാങ്ങിച്ചതിന് ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് തൊട്ട് മുൻപായിട്ട് 2020 വർഷം വരെ അത് 2 പൂ നെൽകൃഷി ചെയ്ത ഭൂമിയാണത്. ആ നെൽകൃഷി ചെയ്യുന്നതിന് വേണ്ടി വിത്ത്, വള, മറ്റ് ആനുകൂല്യങ്ങളെല്ലാം അയ്യന്തോൾ കൃഷി ഓഫീസിൽ നിന്ന് കൊടുത്തതായിട്ട് കൃഷി ഓഫീസർ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ലുലു ഗ്രൂപ്പ് ഇത് വാങ്ങിച്ചതിന് ശേഷം അതിൽ അനധികൃതമായ പ്രവർത്തനങ്ങൾ നടത്തുകയും മതിൽ കെട്ടുകയും കുളം കുഴിക്കുകയും ഒക്കെ ചെയ്ത അവസരത്തിൽ അതിന്റെ മുകളിൽ
പരാതി കൊടുക്കുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുകയും അത് RDOക്ക് റിപ്പോർട്ട് ചെയ്യുകയും കൃഷി ഓഫീസർ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നതുമായി ബന്ധപ്പെട്ട് അനധികൃതമായ പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത് എന്നത് സംബന്ധിച്ച റിപ്പോർട്ട് RDOക്ക് കൊടുക്കുകയും RDO അത് വകുപ്പ് 13 നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി കളക്ടർക്ക് കൈമാറുകയും ചെയ്തിട്ടുള്ള ഒരു ഫയല് കളക്ടറേറ്റിലുണ്ട്. ഈ ഫയലിനെ തുടർന്ന് ബഹുമാനപ്പെട്ട കളക്ടർ വകുപ്പ് 13 നടപടിയുടെ ഭാഗമായി ഈ കക്ഷിക്ക് നോട്ടീസ് കൊടുക്കുകയും ഹിയറിംഗ് നടത്തുകയും ചെയ്തു. ആ ഹിയറിംഗ് നടക്കുന്ന അവസരത്തിലാണ് ബന്ധപ്പെട്ട ലുലു ഗ്രൂപ്പിന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും വക്കീലും അവിടെ കളക്ടറോട് പറയുന്നത് കളക്ടർക്ക് ഇതിനു മുകളിൽ ഇങ്ങനെ ഹിയറിംഗ് നടത്തുന്നതിനുള്ള അധികാരങ്ങളൊന്നുമില്ല. ഞങ്ങളുടെ ഭൂമി നിയമാനുസൃതം തരം മാറ്റി കിട്ടിയ ഭൂമിയാണ്. ആ തരം മാറ്റി കിട്ടിയ ഭൂമിയുടെ മുകളിൽ വയൽ നികത്തുന്നതുമായി ബന്ധപ്പെട്ട ഹിയറിംഗ് നടത്തുന്നതിനും മറ്റ് അധികാരങ്ങളൊന്നും കളക്ടർക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് കളക്ടർ ബന്ധപ്പെട്ട ഫയലുകൾ പരിശോധിക്കുകയും ഈ ഭൂമി തരം മാറ്റി കൊടുത്ത കാര്യം കളക്ടർക്ക് ബോധ്യപ്പെട്ടത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഇവിടെ നിലനിൽക്കുക ഏതെങ്കിലും ഒരു പാർട്ടിക്കാരൻ കൊണ്ടുവന്ന് കൊടി കുത്തി അല്ലെങ്കിൽ ഒരു പാർട്ടി തന്നെ തുടങ്ങാൻ സമ്മതിക്കുന്നില്ല എന്ന് പറയുന്ന വാദം അംഗീകരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. അതായത് ഇവിടെ എറണാകുളം ജില്ലയിൽ ലുലുമാൾ വരുന്നേക്ക് മുമ്പ് എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളി കണ്ടിട്ടുള്ള വ്യക്തികൾക്ക് അറിയാം. അവിടെ ഇന്ന് വാട്ടർ ഫ്രണ്ടേജ് എന്ന് പറഞ്ഞ ലുലുവിന്റെ മുമ്പിൽ കൂടി ഒഴുകുന്ന ഒരു ചെറിയ തോടുണ്ടല്ലോ, അതിന്റെ വലിപ്പം എത്രത്തോളം ഉണ്ടായിരുന്നത്. ലുലുമാൾ എന്ന് പറയുന്ന സംഗതി ഇടപ്പള്ളിയുടെ മാറ്റുകൂട്ടി ഇടപ്പള്ളിയെ പുരോഗമനത്തിൽ എത്തിച്ചു. 3-4 റോഡ് മേളിക്കൂടെ താഴിക്കൂടെ ഒക്കെ പോകുന്നുണ്ട് എന്ന് പറയുന്ന പുരോഗമനവാദികളോട് ഒറ്റ കാര്യം എനിക്ക് ചോദിക്കാനുള്ളൂ. ശക്തമായ ഒരു മഴ പെയ്തതിനു ശേഷം എടപ്പള്ളി ജംഗ്ഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇപ്പോഴത്തെ കാര്യമാണ് പറയുന്നത്. കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നാ കണ്ടിട്ടുള്ളവരോട് ചോദിച്ചു നോക്കുക. അവര് പറയും കൊള്ളമല്ല, അത് കടലാണ്. കടല് ഒരു മനുഷ്യന് അതിൽ പോകാൻ പറ്റില്ല. ഏറ്റവും കൂടുതൽ തിരക്കുള്ള റോഡാണ്. നിങ്ങൾ ഈ പറയുന്ന മേളിലേക്ക് പോകണമെങ്കിലും നടുക്കൂടെ പോകണമെങ്കിലും ഒക്കെ താഴെ നിന്ന് പോകാൻ പറ്റും. ആ താഴത്തെ റോഡിന്റെ അവസ്ഥയാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഒറ്റ മഴയ്ക്ക് ഇപ്പൊ എടപ്പള്ളി മുങ്ങുന്നത്? ഈ മാള് വരുന്നേക്ക് മുമ്പ് എടപ്പള്ളിയുടെ അവസ്ഥ ഇതായിരുന്നു അല്ല. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അവിടെ വെള്ളം ഒഴുകി പോകുന്നത്, എല്ലായിടത്തും വെള്ളക്കെട്ട് ഉണ്ടാകാതെ നോക്കുന്നവിടുത്തെ പാടശേഖരങ്ങളാണ്. വെള്ളം ഒഴുകി പോകുന്ന വഴികളുണ്ട്, വെള്ളത്തിൻ്റെതായിട്ടുള്ള വഴികൾ, അതെല്ലാം അടച്ചു വെച്ചുകൊണ്ട് ജലാശയങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട് ഇവിടെ എന്ത് കെട്ടിടങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയാലും ഈ അവസ്ഥ തന്നെ വരുള്ളൂ. എന്തുകൊണ്ടാണ് കേരളത്തിൽ പ്രളയം വരുന്നതെന്ന് നിങ്ങളുടെ വിചാരം? പണ്ടൊരു പ്രളയം വന്നായിരുന്നു എത്ര വർഷങ്ങൾക്ക് മുമ്പ്. അതിനുശേഷം എന്തായിരുന്നു ഇവിടെ പ്രളയം വരാൻ? ഇവിടെ കൃത്യമായിട്ട് വെള്ളം മഴ പെയ്ത് വന്നു കഴിഞ്ഞാൽ പോകാനുള്ള കൈവഴികൾ ഉണ്ടായിരുന്നു. പോയി നിറയാനായിട്ട് കുളങ്ങളും കാര്യങ്ങളും ഒക്കെ കേരളത്തിലുണ്ടായിരുന്നു. പാടം ഉണ്ടായിരുന്നു, എല്ലാ സംഗതികളും ഉണ്ടായിരുന്നു. അതെല്ലാം നികത്തി ഫ്ലാറ്റുകളും ബാക്കി കെട്ടിട സമുച്ചയങ്ങളും ഒക്കെ വെച്ചപ്പോ ഈ വെള്ളത്തെ എവിടെ പോകുന്നേ? നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഈ ഭൂമിയിൽ പുതുതായിട്ടൊരു വെള്ളം ഉണ്ടാവുന്നില്ല. ഭൂമി ഉണ്ടായ കാലം മുതൽ എന്തോരം വെള്ളമാണ് ഇവിടെ ഉള്ളത്. ഇത് തന്നെയാണ് ഫിൽട്ടർ ചെയ്ത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ഈ പറയുന്ന മഴ ഉണ്ടാകുന്ന എങ്ങനെയാണെന്നുള്ള തിയറിയൊക്കെ ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടുന്ന് നീരാവിയിൽ ബാഷ്പീകരിച്ച് വെള്ളം മേളിലേക്ക് പോകുന്നു, അവിടെ നിന്ന് തണുത്ത് വെള്ളമായിട്ട് താഴെ വീഴുന്നു, വീണ്ടും അതന്നെ സംഭവിക്കുന്നു. ഇവിടുന്ന് പല സ്ഥലങ്ങളിലൂടെ വാട്ടർ ഫിൽട്ടർ ചെയ്യുന്നു, മനുഷ്യർ കുടിക്കുന്നു, വീണ്ടും മൂത്രമായിട്ടും മലമായിട്ടും പോകുന്നു, വീണ്ടും ഫിൽട്ടർ ചെയ്യും. ഇങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയൊരു തുള്ളി ജലം പോലും ഇവിടെ ഉണ്ടാക്കപ്പെട്ടിട്ടില്ല. നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താ? ആ ജലാശയങ്ങളെ സംരക്ഷിക്കാൻ നമ്മൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്? പുഴയിൽ നിന്ന് മണൽ വരുന്നത് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് നിർത്തിക്കളഞ്ഞു, കംപ്ലീറ്റ് ആയിട്ട് നിർത്തിക്കളഞ്ഞു. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? പുഴയിൽ ഇപ്പം വെള്ളം നിൽക്കുന്നില്ല, മൊത്തം കൈവഴി കൂടി ഒഴുകി ആൾക്കാരുടെ വീട്ടിലേക്കാണ് ഒഴുകിക്കുന്നത്. റൂം ഫോർ റിവർ. അപ്പൊ ഇതുപോലുള്ള അശാസ്ത്രീയമായ കാര്യങ്ങൾ ബാക്കിൽ നടക്കുന്നത് കൊണ്ട് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പശ്ചിമഘട്ടം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് ഒരു പൊട്ട തിയറിയാണ്, അതൊന്നും കാര്യമില്ല എന്ന് പറയുന്ന വ്യക്തികളിൽ ഇപ്പൊ ഇവിടുത്തെ മഴ എങ്ങനെയാ പെയ്യുന്നത്? മഴയ്ക്ക് കാലാവസ്ഥയുണ്ടോ? മുമ്പ് ഇങ്ങനെയായിരുന്നോ? നമ്മളൊരു മാസത്തിൽ പറഞ്ഞത് ഇന്ന മാസം മഴ പെയ്യും, അതുകൊണ്ടാണ് ഇപ്പൊ പെയ്യുന്നത്. വെയിലെപ്പോഴാണ് വരുന്നത്? ക്ലൈമറ്റ് എങ്ങനെയാ? നിങ്ങൾ ചെടികൾ പൂക്കുന്നത്, പഴങ്ങൾ ഉണ്ടാവുന്നത് നോക്കിക്കേ. ഇതൊക്കെ എങ്ങനെ മാറി എന്ന് അറിയാനായിട്ട് കുറച്ച് എന്തെങ്കിലും അറിവുള്ള സയന്റിസ്റ്റുകളോ ഒക്കെ പറഞ്ഞു തരുമ്പോൾ കേൾക്കുക. എന്തെങ്കിലും റീൽസോ കാര്യങ്ങളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വരുമ്പോൾ കേൾക്കുക. നിങ്ങൾ അറിയേണ്ടതാണ് നിങ്ങളുടെ ഭൂമി എങ്ങനെ മാറിപ്പോയി. കേരളം എന്ന് പറയുന്നത്, ഇന്ത്യ എന്ന് പറയുന്നത് ലോക രാജ്യങ്ങളെ മൊത്തം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലൊരു പർദീസ വേറെ ഇല്ല. അറിയാവോ? അത്രയധികം സന്തുലിതമായിട്ടുള്ള ഒരു കാലാവസ്ഥ വരെയുള്ള നമ്മുടെ നാട്ടിൽ ഇന്ന് എന്താണ് കാലാവസ്ഥ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. രാവിലെ മഴ പെയ്താൽ ഉച്ചയ്ക്ക് താല പൊള്ളിക്കുന്ന വെയിൽ. അപ്പൊ നമുക്ക് മനസ്സിലാവും ഇത് നട്ടുച്ചയാണല്ലോ. വൈകുന്നേരം പിന്നെയും പേമാരി, ഇടിമിന്നല്, പ്രളയം, എന്തൊക്കെയാ ഇവിടെ സംഭവിക്കുന്നത്? അപ്പൊ പുരോഗമനം എന്ന് പറയുന്നത് സന്തുലിതാവസ്ഥ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് മാത്രമായിരിക്കണം. അല്ലാതെ ഒരു പുരോഗമനം ഒരാൾ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ അതിനെ എതിർക്കുന്നതിലൂടെ നമ്മൾ സംരക്ഷിക്കുന്ന നമ്മുടെ ഭൂമിയെ അത് സഖാവ് ചെയ്താലും സംഖ്യ ചെയ്താലും പൊങ്ങി ചെയ്താലും കൂടെ നിൽക്കണം. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ കാര്യങ്ങൾ ചെയ്യാൻ യൂസഫ് അലിക്ക് ഇത്രയധികം പിന്തുണ ഉണ്ടല്ലോ. ഈ പറയുന്ന എടപ്പള്ളിയിൽ പുറമ്പോക്ക് ഭൂമി നികത്തി വെള്ളം ഒഴുകുന്ന ജലാശയം നികത്തി ആണ് അദ്ദേഹം അവിടെ മാള് പണിതിരിക്കുന്നത്. അതിന്റെ പേരിൽ കേസുകൾ നിലവിലുണ്ടായിരുന്നു. ഞാൻ പറയുന്ന നുണയൊന്നുമല്ല, എന്റെ പേരിൽ അതുകൊണ്ട് മാനനഷ്ട കേസും വരില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കേസ് നിലവിലുണ്ടായിരുന്നു. ആ കേസ് എന്നിട്ട് എങ്ങനെ ഒതുങ്ങിപ്പോയെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഇതെല്ലാം എല്ലായിടത്തും ആവർത്തിക്കപ്പെടുമ്പോൾ ജനങ്ങൾ മിണ്ടാതിരിക്കണമെന്നാണോ താങ്കൾ പറയുന്നത്, ശ്രീ എം.എ. യൂസഫ് അലി? താങ്കളോട് ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ സോഴ്സുകൾ, നമ്മുടെ സോഴ്സുകൾ, താങ്കളും മലയാളി കേരളീയം തന്നെയാണോ? നമ്മുടെ സോഴ്സുകൾ ഇല്ലാതാക്കിക്കൊണ്ടല്ലോ ഇവിടെ കാര്യങ്ങൾ ഉണ്ടാക്കേണ്ടത്. നിങ്ങളുടെ ആളുകളിൽ കൊടുക്കുന്ന ഈ എക്സ്പോർട്ടഡ് ഫ്രൂട്ട്സ് എവിടെയാണ് വിളയുന്നത്? അത് മണ്ണിലാണ് വിളയുന്നത്. മണ്ണില്ലാതെ ഇവിടെ എന്ത് നടക്കും? ഈ ചോറ്, അരി എന്ന് പറയുന്ന സംഗതി ഇവിടെ വേണ്ടാന്നൊക്കെ ഒരുപാട് പേര് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എഴുതി വിടുന്നത് കണ്ടു. കുറച്ച് പേർക്ക് വേണമെങ്കിൽ കരനെല്ല് കൊടുത്താൽ പോലെ, എല്ലാം പുറത്തുനിന്നല്ലേ വരുന്നത്. നിങ്ങൾ അങ്ങനെ നശിപ്പിച്ചതുകൊണ്ട് എന്താണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അരി തിന്നിടത്ത് നിങ്ങൾ കല്ല് തിന്നോ നാളെ?
ഭക്ഷണം കഴിക്കാൻ ഒരു മനുഷ്യനെ നിലനിൽപ്പില്ല. കല്ലും മണ്ണും ഒന്നും തിന്നാൻ ദഹിക്കാവുന്ന ആമാശയല്ല നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം നമ്മൾ മണ്ണിൽ നിന്നുള്ള കാര്യങ്ങൾ കഴിക്കണം. അപ്പൊ നമുക്ക് മണ്ണ് വേണം, നമുക്ക് വെള്ളം ഒഴുകി പോകാൻ. മണ്ണ് ഉണ്ടെങ്കിൽ വെള്ളം അബ്സോർബ് ആയെങ്കിലും പോകുള്ളൂ. ഇവൻ ഈ കോൺക്രീറ്റ് ഇട്ട് മണ്ണ് അബ്സോർബ് ചെയ്യുന്ന വഴികളെല്ലാം അടച്ചു വെച്ച് കഴിഞ്ഞാൽ വെള്ളം എങ്ങോട്ട് പോകും? അതൊന്ന് ആലോചിക്കണം. അപ്പൊ ഈ പറയുന്ന രീതിയിലൊന്നും നമ്മുടെ നാട് മാറാതിരിക്കാൻ ഇങ്ങനെ അഴിമതി ചെയ്യുന്ന ആളുകൾക്കൊപ്പം അല്ല നിൽക്കേണ്ടത്, അതിനെതിരെ സംസാരിക്കുന്ന ആളുകൾക്കൊപ്പം തന്നെയാണ് നിൽക്കേണ്ടത്. ആര് പറഞ്ഞാലും അവർക്കൊപ്പം തന്നെയാണ് നിൽക്കേണ്ടത്. പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളോ ഞാനോ നമ്മുടെ വീടിന്റെ ഒരു മുറ്റത്ത് ഒരു 1/2 സെന്റ് അല്ലെങ്കിൽ ഒരു 1/4 സെന്റ് പുറമ്പോക്ക് ഭൂമി ഒന്ന് കയറ്റിയെടുത്തിട്ട് കഴിച്ചു കൊടുത്താൽ ഈ പറയുന്ന സർക്കാർ സമ്മതിക്കോ? ഈ പറയുന്ന ആരെങ്കിലും സമ്മതിക്കോ? അപ്പൊ തന്നെ വരുമല്ലോ. യൂസഫ് അലി ഈ പറയുന്നതിന്റെ താഴെ തന്നെ ഒരു കമന്റ് ഞാൻ കണ്ടു. ഇംഗ്ലീഷിലാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പെട്രോൾ പമ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു അപേക്ഷ വെച്ചപ്പോൾ അതിന്റെ അടുത്ത് തന്നെ വെള്ളത്തിന്റെ ഒരു സോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന് അപേക്ഷ നിരസിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. എന്നാൽ വേറെ ഇൻഫ്ലുവൻസ്ഡ് ആയ ആൾക്കാർക്ക് പെട്രോൾ പമ്പിന്റെ തൊട്ടപ്പുറത്ത് കിണറുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ പെട്രോൾ പമ്പിന്റെ അടുത്ത് ജലാശയങ്ങൾ, അത് കുടിക്കുന്ന വെള്ളമൊന്നും പാടില്ല എന്ന് പറയുന്നത് വെച്ചാൽ ഈ ടാങ്ക് അടിയിലായതുകൊണ്ട് ചിലപ്പോൾ കുടിക്കുന്ന വെള്ളത്തിലോട്ടൊക്കെ ഈ പെട്രോളും ഡീസലും ഒക്കെ മിക്സ് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. വളരെ പെട്ടെന്ന് പറ്റും, ഇതെല്ലാം മണ്ണിന്റെ അടിയിലല്ലേ. അപ്പൊ അങ്ങനെ ഒരു ലീക്കേജ് ഉറവയിലേക്കൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിന്റെ അടുത്ത് പെട്രോൾ പമ്പിന് സാങ്ഷൻ കൊടുക്കാത്തത്. പക്ഷേ ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാർക്ക് അത് കിട്ടുന്നു, എന്നാൽ ഒരു സാധാരണ വ്യക്തിക്ക് അത് കിട്ടുന്നില്ല. ഇതും ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ? അപ്പൊ നിങ്ങൾ ചെയ്താൽ പച്ചക്കൊടി കാണിക്കാത്ത ഒരു കാര്യം യൂസഫ് അലി ചെയ്യുമ്പോൾ മാത്രം പച്ചക്കൊടി കാണിക്കുന്നതിന് നിങ്ങൾ ന്യായീകരിക്കുന്നത് ശരിയാണോ? എന്തിന്റെ പേരിലാണെങ്കിലും. അപ്പൊ പുരോഗമനം നല്ലതാണ്, എല്ലാം വേണം. നമുക്കിവിടെ സ്കൂളുകളും വേണം, നമുക്കിവിടെ പാടശേഖരങ്ങളും വേണം, എല്ലാം നമുക്ക് വേണം. എന്നാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ, നമ്മൾ മേടിക്കുന്ന ആൾക്കാരാണ്, നമുക്ക് ഉത്പാദനം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ നിൽക്കുക എന്നേ വഴിയുള്ളൂ. നമുക്ക് വേറെ വഴിയില്ല. അവരവസ്ഥയിലേക്കാണ് കേരളം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോഴ്സസ് ഉണ്ടായിട്ടും ഇതെല്ലാം ഉത്പാദിപ്പിക്കാനുള്ള സോഴ്സസ് ഉണ്ടായിട്ട്. അപ്പൊ ഇതിനെ ഗൗരവമായി തന്നെ കാണേണ്ട ഒരു സംഗതിയാണ്. ഒരു രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഈ പറയുന്ന പോലെ ഉരുൾപൊട്ടലോ മഴയോ ഒക്കെ വന്ന് നമ്മളും നമ്മുടെ കുടുംബവും ഒക്കെ ഒലിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കേരളം പോകുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പുരോഗമനം നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരിക്കലും അവിടെ ആയിരിക്കരുത്. നമ്മുടെ നാടിന്റെ മണ്ണിന്റെയും പ്രകൃതിക്കും അനുസരിച്ചുള്ള കാര്യങ്ങളെ നമ്മൾ ചെയ്യാവുള്ളൂ. കൃഷി ചെയ്യുന്ന അല്ലെങ്കിൽ കൃഷിയുമായിട്ട് മുന്നോട്ട് പോകുന്ന പാടശേഖരങ്ങളെങ്കിലും സംരക്ഷിക്കുക. തരിശുഭൂമികളുടെ കാര്യമല്ല പറയുന്നത്. പക്ഷെ തരിശുഭൂമികളും മഴക്കാലം വരുമ്പോൾ നമ്മളെ സംരക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മറക്കരുത്. കാരണം അവിടെ സ്റ്റോർ ചെയ്യപ്പെടുന്ന വെള്ളം അവിടെ സ്റ്റോർ ചെയ്തുകൊണ്ടാണ് നിങ്ങൾ വീട്ടിലെത്താത്തത്. അപ്പൊ ഇതൊന്നും ചെറുതല്ല, ഒന്നും ചെറുതല്ല എന്ന് മനസ്സിലാക്കുക. നീതിക്കൊപ്പം നിൽക്കുക, ന്യായത്തിനൊപ്പം നിൽക്കുക. അത് സഖാവ് പറഞ്ഞാലും സംഖ്യ പറഞ്ഞാലും കൊങ്ങി പറഞ്ഞാലും നീതിയാണ് വലുത്, ധാർമ്മികതയാണ് വലുത്. അപ്പോ ഈ കാര്യത്തിൽ സഖാവ് മുകുന്ദനോടൊപ്പമാണ് MA യൂസഫ് അലിക്കൊപ്പമല്ല. അപ്പൊ തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ.